നമസ്കാരം ചേട്ടാ. എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം വീണ്ടും ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. അതിനുശേഷം ഈ ഒരു ചിത്രത്തിന്റെ 3 ഭാഗങ്ങൾ വൃത്തിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടു എന്നാണ് അല്ലേ ചേട്ടൻ? വീണ്ടും കണ്ടു അല്ലേ? അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്താണ് പറയാനുള്ളത്? എമ്പുരാൻ എന്ന പടം വരുമ്പോൾ തന്നെ ഇത് ഇറങ്ങണേക്ക് മുമ്പ് തന്നെ ഇത് കാണണമെന്ന് വിചാരിച്ച പടം. അതിനൊരു കാരണമുണ്ട്. ഞാൻ പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനം ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 ദിവസം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ ഒരാളാണ്. മനസ്സിലായി പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ സംവിധായകൻ ഒരു ജീനിയസാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് വളരെ ഷാർപ്പ് മൈൻഡായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കി പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. ആ സിനിമ മാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ കണ്ടുള്ളൂ. കാരണം വേറെ ചുറ്റുപാടുള്ള ഇതൊന്നും പുള്ളി ശ്രദ്ധിക്കുന്നില്ല. ആ മനസ്സിൽ മൊത്തം സിനിമയാണ്. അതോടുകൂടി എനിക്ക് പൃഥ്വിരാജ് സുകുമാരനോടുള്ള ആ ആദരവും ബഹുമാനവും കൂടി. നടനെന്ന നിലയിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആടുജീവിതം മാത്രം അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റാണ്. അങ്ങനെ ഒരു പടം ഇനി രണ്ടാമത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. മലയാള സിനിമയിൽ നിന്നല്ല, മാത്രമല്ല മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തത്. അതെ, മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ആർക്കും അങ്ങനെ ഒരു വേഷം, ആടുജീവിതം പോലെ ഒരു വേഷം ചെയ്യാൻ പറ്റില്ല. ആ ഗ്രാഫിൽ അങ്ങനെ മുകളിലേ നിൽക്കുകയാണ്. അതെ, അതിന് ഒരു ഓസ്കാർ അവാർഡ് ഞാൻ എൻ്റെ മനസ്സിൽ ഓസ്കാർ അവാർഡ് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ആ പടത്തിൽ ഞാൻ ഓസ്കാർ അവാർഡ് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. ഇനി ഇതിലേക്ക് വരാം, എമ്പുരാനിലേക്ക് വരാം. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ കണ്ടു പടം. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കണ്ടു. ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ചില സീന് ഇത്തിരി അരോചകമായിട്ട് തോന്നി. അതായത് ഒരു ഗർഭിണിയെ റേപ്പ് ചെയ്യുന്നൊരു സീനുണ്ട്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, നടന്നതാണ്. എങ്കിൽ പോലും ആ സിനിമയിൽ നമ്മൾ ഫാമിലിയായിട്ട് കാണാൻ വരുമ്പോൾ അത്രയൊരു സീന് തീർച്ചയായിട്ടും അരോചകമായിട്ട് തോന്നി. അന്ന് തന്നെ എനിക്ക് ആ സ്ത്രീനോട് ഭയങ്കര വെറുപ്പ് തോന്നി. കാരണം അത് ഒരു അരോചകമാണെന്ന് തോന്നി. അത് തന്നെയല്ല, ആ പടത്തിലെ മെയിനായിട്ടുള്ള കഥാപാത്രമാണ്. വേറെ ആരെങ്കിലും ഒരാളാണ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ പടത്തിലെ മെയിനായിട്ടുള്ള ഹീറോ, അതായത് വില്ലൻ, ഹീറോയ്ക്ക് തുല്യം നിൽക്കുന്ന ഒരു വില്ലനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് അരോചകമായിട്ട് തോന്നി. പക്ഷേ രണ്ടാമത് ഞാൻ കണ്ടു. ഞാൻ ഇന്ന് രണ്ടാമത് കാണുന്ന പടം. ആ പടത്തിലത്തെ ചേട്ടൻ മനസ്സിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നതാണ് ചേട്ടൻ പറയണത് അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഞാനത് വേണ്ട എന്ന് ആ സിനിമയിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയ സീനാണ് ശരിക്കും കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ കുറേ പേരുകളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കണ്ടപ്പോഴാണ് ഈ പടം എനിക്ക് ഒന്നുകൂടി ആസ്വാദനം തോന്നിയത്. കാരണം അതിൻ്റെ കഥ, ലൊക്കേഷൻ, ഇതെല്ലാം ഒന്നും കൂടി നമുക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അത് ക്യാരക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങളൊക്കെ എന്താണ്, ആരാണെന്നൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഈ രണ്ടാമത് കണ്ടപ്പോഴുണ്ടായത്. അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ മഞ്ജു വാര്യരുടെ പ്രകടനം ആദ്യം കണ്ടതിനേക്കാളും എനിക്ക് രണ്ടാമത് കണ്ടപ്പോഴാണ് നന്നായിട്ട് തോന്നിയത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ ആ പടം ഇങ്ങനെ മൊത്തത്തിൽ പോവുകയല്ലേ. പക്ഷേ ചില നടീനടന്മാരെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ പടം രണ്ടാമത് ഞാൻ കണ്ടത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് മഞ്ജു വാര്യരെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം മഞ്ജു വാര്യരുടെ പ്രകടനം നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ പൃഥ്വിരാജിനാണെങ്കിലും ആദ്യം കണ്ടതിലും കൂടി രണ്ടാമത് കണ്ടപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ ഒരു കഥാപാത്രം എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തോന്നി. അതുപോലെ നന്ദു എന്ന കഥാപാത്രം. അപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഇതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ലൂസിഫർ 1ാം ഭാഗത്തിലെ ഒരു വില്ലനുണ്ടായിരുന്നു, ഭീകര വില്ലൻ. ആ വില്ലൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ടൊവിനോയുടെ രംഗം ഒരു നായക ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു വില്ലനല്ല, ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാകുമ്പോൾ അമിതമായിട്ടുള്ള വില്ലത്തരങ്ങളൊന്നും പ്രവൃത്തിയിൽ കാണിക്കാൻ പറ്റില്ല. തമിഴ് സിനിമയിൽ കാണിക്കുന്ന പോലെയൊന്നും നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. തമിഴ് സിനിമയിൽ മുഖ്യമന്ത്രിയൊക്കെ റോട്ടിലിറങ്ങി തല്ലുമല്ല. ഇതിന് അങ്ങനെയുള്ള ഇതില്ല. എന്തായാലും മേക്കിംഗ് ബേസ്, സ്റ്റോറി ബേസ്, മേക്കിംഗ് ബേസ്, സംവിധാനം, ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഇപ്പോഴും ഈ പടം നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യ ലെവലാണ്. സത്യത്തിൽ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം
നമുക്ക് ഒരു അനിഷ്ടം തോന്നാമെന്നൊരു മീഡിയ വഴി ഒത്തിരി ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചേട്ടനെ പോലെ ഒരു പ്രേക്ഷകൻ പറയുന്നതനുസരിച്ച് ഈ ഒരു ചിത്രം വീണ്ടും ഹൃദയത്തിൽ കയറി പറ്റി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ എനിക്ക് ആസ്വാദ്യമായിട്ട് തോന്നി. കാരണം ഞാൻ ആദ്യം കണ്ടതിലും കട്ട് ചെയ്തൊന്നും ഫീൽ ചെയ്തില്ല. ഇല്ല, ഒന്നും ഫീലിംഗ് ഇല്ല. കട്ട് ചെയ്തതിലും തോന്നിട്ടില്ല. അവിടെ എന്തൊക്കെ ആവശ്യമില്ലാത്ത ചിലപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചില പടം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ആ ഒരു സാധാരണ പ്രേക്ഷകനുണ്ടായ ഫീലിംഗ് മാത്രമാണ് എനിക്ക് അപ്പം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി നോക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ല. 916 ആ ഒരു രീതിയിലേക്ക് പോയി, 916ലേക്ക് പോയി. അതെ, സിനിമ എന്ന് പറയുന്നത് നമുക്ക് സിനിമയുടെ രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. അങ്ങനെ രാഷ്ട്രീയം കാണുന്നവരാണ് അതിനൊരു പ്രതികരിക്കുന്നത്. ഞാൻ സിനിമയിലെ രാഷ്ട്രീയം കാണുന്നതിന് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല. ഞാനൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി സിനിമ കാണുന്നവരാണ്. ആ നിലയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു എൻജോയ്മെന്റിന് പറ്റിയ സിനിമയാണ്. ഇപ്പൊ കുടുംബമായിട്ട് വന്നിരുന്ന് കാണാം. സിനിമ എന്നുള്ളത് വർഗീയതയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. സിനിമ തന്നെയായിട്ട് കാണണം എന്നുള്ള കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. അതെ, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. സിനിമയ്ക്കകത്ത് രാഷ്ട്രീയവും മതവും പിന്നെ വർണ്ണവിവേചനവും ഒന്നും പാടില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഒരു കൂടെ കീഴിൽ ഒരുമിച്ചിരുന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന. അതെ, കുടുംബസമേതം. പക്ഷെ കുടുംബസമേതം കാണാൻ വരുമ്പോൾ ചില സീനുകൾ കുടുംബത്തിന് യോജിക്കാത്ത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കാനൊക്കെയുള്ള സംവിധായകൻ വിവേചനാധികാരം അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. ശരിക്കും ഇത് അങ്ങനെ ചെയ്തതിന് ആർക്കാണ് ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടത്? പൃഥ്വിരാജ് കുമാറിനല്ലേ? അതെ, പൃഥ്വിരാജ് കുമാറിന് തന്നെയാണ് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കാര്യങ്ങൾ. അതായത് സംവിധാനത്തിന് പൃഥ്വിരാജ് കുമാരൻ വലിയ സംവിധായകനൊന്നും ആണെന്ന് നമുക്ക് ഒറ്റ പടത്തിലൂടെ തെളിയിച്ച്, ലൂസിഫറിലൂടെ ഒറ്റ പടത്തിലൂടെ പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാന മികവ് നമ്മൾ മനസ്സിലാക്കി. അപ്പം അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ്. അതെ, അത് ഒരു കേരള ലെവലിലാണെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ, പാൻ വേൾഡ് ലെവലിലേക്ക് വന്നു. ശരിക്കും ഇത് വേൾഡ് സിനിമയിലെ ഏറ്റവും വലിയൊരു വേൾഡ് സിനിമയിൽ വെച്ച് വലിയൊരു പൊൻതൂവലാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടർ നൽകിയിരിക്കുന്നത്. അതെ, ഇത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഇപ്പൊ ഒരു പാൻ വേൾഡ് ലെവലിലേക്ക് ഉയർന്നു. ഇതിനകത്ത് ചിലവരൊക്കെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിൽ, മതപരമായിട്ടൊക്കെ ഡീഗ്രേഡ് നോക്കി പോലും പൃഥ്വിരാജിന്റെ കഴിവുകൾക്കൊന്നും ഒരു കോട്ടവും സംഭവിക്കാൻ പോണില്ല. മുരളി ഗോപി എന്ന എഴുത്തുകാരന്റെ തൂലികയിൽ ഇനിയും ഒരുപാട് രചനകളുണ്ടാകും, ഒരുപാട് റൈറ്റിംഗ് ഉണ്ടാകും. അതേപോലെ തന്നെ ഗോകുലഗോപാല സാറായാലും പിന്നെ ആന്റണി പെരുമ്പാവൂരായാലും ഇവർക്കെല്ലാം മലയാള സിനിമയെ ഇനിയും ഉയരങ്ങൾ എത്തിക്കാൻ കഴിവുള്ളവരാണ്. അതാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് തുറന്നു കാണിച്ചിരിക്കുന്നത്. അതെ, നമ്മുടെ മലയാള സിനിമയെ വേൾഡ് ലെവലിൽ എത്തിക്കാനായിട്ട് ഈ ഒരു കൂട്ടായ്മയിലൂടെ നടന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റൈറ്റർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ? കാരണം ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് സമൂഹത്തിൽ മുരളി എന്ന ഗോപി എന്ന റൈറ്റർ അദ്ദേഹത്തിന് തോന്നിയ എഴുതി വെച്ചു. അതായത് അത് ജനം കൈയടിച്ച് സ്വീകരിച്ചു. അതിന് പിന്നിലൊരു രാഷ്ട്രീയം കണ്ട ആൾക്കാർ അതിനെ എതിർത്തു. പക്ഷേ ഈ എനിക്കുള്ളൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചെറിയ ചെറിയ മീഡിയാസ് ഈ കുരുത്തക്കേടുകൾ പറയുന്നതല്ലാതെ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രേക്ഷകൻ പോലും മോശമാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് തികച്ചും വ്യത്യസ്തത. അതായത് ഒറ്റമുറിയിലിരുന്ന് ഒതുങ്ങിയിരുന്ന് സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ആസ്വദിക്കുന്ന സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് വിഷയങ്ങളല്ല. ഈ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചാനലിൻ്റെ മുമ്പിലോ ചെറിയതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് അന്ധമായിട്ട് ചുമ്മാ വ്യക്തിഹത്യ നടത്തുന്നതിലൊന്നും അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കുറേ റീച്ച് കിട്ടണ്ടാവും. അവരുടെ ചാനലിൽ വിൽക്കാൻ വേണ്ടി കുറേ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്ന ഡീഗ്രേഡൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഡീഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് പടം അതിന്റെ മുടക്കിയാശി കിട്ടിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഡീഗ്രേഡ് അടിക്കുന്തോറും ഈ ഒരു പടം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഇനിയും കാണാനുള്ള ആഗ്രഹം എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഡീഗ്രേഡ് പടത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ രണ്ടാമത് കട്ട് ചെയ്തതുകൊണ്ട് ഒന്നുകൂടി ഗുണം ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ടിനി ടോം സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതൊരു ചിത്രത്തെയും ഡീഗ്രേഡ് അടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പടിയും കൂടി ഉയരത്തിലേക്ക് പോകും. കാരണം ആ ഒരു ഡീഗ്രേഡ് അടിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രേക്ഷകൻ വീണ്ടും വന്നൊന്ന് കാണും.